അത് ശരി, വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ നോക്കിക്കരുത്. ബ്ലോഗിൽ വരാനായിരിക്കില്ലേ? ആ, ഞാൻ വ്ലോഗ് എടുക്കാൻ നോക്കിയതാ, പക്ഷെ അപ്പത്തേക്കും നിങ്ങൾ ഡാറ്റ കോറിന്റെ ഏറ്റവും പഴയതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ ഒരു എംപ്ലോയി ആണ്. കൂടെ മനുവും കൂടി ഉണ്ട്. മനുവിന് തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കൈ കണ്ടാൽ അറിയാം. അതെ, മനുവാണ് ടയേർഡാണ്. ഇതെവിടെ സ്വയം ചന്ദ്രനെ വീക്ഷിച്ച് സ്വയം ചന്ദ്രനായി കൊണ്ടിരിക്കുന്നു. അതെ, ചന്ദ്രന്റെ കയ്യിൽ റോസുമുണ്ട്. എന്റെ സ്നേഹം വാടിപ്പോകാതെ സൂക്ഷിക്കണം. എന്റെ ഹൃദയത്തിന്റെ എന്നും ഇത് സൂക്ഷിക്കണം. ഞങ്ങൾ അണ്ണൻ ഇന്ന് പ്രൊജക്ട് വർക്കൊക്കെ ഒഴിവാക്കി ഞങ്ങളോട് ചില്ല് ചെയ്യാൻ വന്നതാണ്. സാധാരണ ഈ സമയത്ത് ഒരു നിർമ്മൽ പ്രസാദ് ഹോപ്പ്ഫുള്ളി ലുക്കിംഗ് ഫോർ എ ഗേൾ. ഈ റീല് കണ്ട് ഏതെങ്കിലും കുട്ടി വരികയാണെങ്കിൽ സുന്ദരനാണ്, സുന്ദരനാണ്, മൾട്ടിപ്പിൾ മേഖലകളിൽ ടാലന്റഡ് ആണ്. കാഡ്, പ്രീസെയിൽസ്, നെറ്റ്വർക്ക്. സോ ഏത് കുട്ടിക്കും വരാം. ഏത് കുട്ടിന്ന് വെച്ചാല് ഈ ക്വാളിറ്റി ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയായിരിക്കണം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ ടെക്നിക്കലി സൗണ്ട് ആയിരിക്കണം, സുന്ദരി ആയിരിക്കണം, പിന്നെന്താ ലവബിൾ ആയിരിക്കണം. കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വേറെ ആരെങ്കിലും കിട്ടില്ലേ? ശ്യാം പ്രസാദ് എന്തെങ്കിലും പറയണ്ടോ? സോറി, ശ്യാം പ്രകാശ് പറയൂ. എന്തിനെ പറ്റിയാണ് പറയണ്ടേ? എന്തെങ്കിലും പറഞ്ഞോളൂ. താത്വികമായ അവലോകനം നടത്തണമെങ്കിൽ മനസ്സാറാണ് നോക്കേണ്ടത്. മനുവിന് ക്യാമറ വരുമ്പോഴേക്കും ഭയങ്കര ഡീസന്റ്. അങ്ങനെയാണ് ഇനി പറയാം. പറഞ്ഞോ. മനു എന്ന് പറയണത് നമ്മളെല്ലാം എല്ലാമാണ്. മനുവിനെ ഒരു പെണ്ണ് കിട്ടിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും പെണ്ണ് മതി. We are boys, we need girls. ഇതൊക്കെ ഞാൻ എങ്ങനെ യൂട്യൂബിലിട്ടാ? താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയണ്ടേ? ഈ ഒരു അസുലഭ നിമിഷത്തെ കുറിച്ച് എന്തെങ്കിലും? ഇത് വളരെ സങ്കടത്തിലാണ്. ഒറ്റയ്ക്ക് തിന്നാൻ പറ്റാത്തതിന്റെ വിഷമമുള്ള മുഖത്ത് എഴുതി വെച്ചില്ലേ. അതെ, അവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാല് മാൾട്ടീസ് കിട്ടില്ല, വേറെ ഒന്നുമില്ല. ആകെ അതില് 10 ഉള്ളത്. അതിന് 3/4 അവൻ കഴിച്ചു. ഞാൻ 1-2 കഴിച്ചു. ഇങ്ങനെ പോകണ്ടപ്പോഴേ മനസ്സിലായി ആ ലക്ഷ്യം. നമ്മളാണ് ആ ഒരു സ്പൂണിൽ 3 പേര് കഴിച്ചിട്ട് ഇവര് വാരി കഴിക്കായിരുന്നു. ബാക്കി 4 ആളും. എടാ ഷൈസാറ് വീട് എടാ അല്ലേ? അല്ല ഇതല്ലേ ലൈറ്റ് എത്തുന്ന പുള്ളി അല്ല നിന്നട് അവർക്ക് റെക്കോർഡ് അതെന്താ യൂട്യൂബിൽ കട്ടിങ്ങോ എഡിറ്റിങ്ങോ ഒന്നും ഇതിനകത്തില്ല. ഇത് ഞങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. അതൊക്കെ ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടിയാ. എന്താണ് കട്ടിങ്ങോ എഡിറ്റിങ്ങോ? ഈ വീഡിയോ പുറത്തു പോകാതെ തീർച്ചയായിട്ടും ഇത് യൂട്യൂബിൽ സ്വന്തം റിസ്കിൽ ഇത് ഇടുന്നതായിരിക്കും. ഡിസ്ക്ലൈമർ കൊടുക്കാം. ഇന്നെന്തെങ്കിലും വൈറലായിട്ടുണ്ടെങ്കിൽ പിന്നെ നിർമ്മൽ പ്രസാദിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ ഈ വീഡിയോ കണ്ട് മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് നല്ലൊരു തുടക്കമാണ്. ഇതൊക്കെ പറ്റും. ഏതൊക്കെ അല്ല എന്നോട് ചെയ്തു വരണ്ട എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഞാൻ മനുവിന്റെ അടുത്ത് ഇത് വേണ്ട. മനു ഒരു 15% കാത്തിക്കുന്നത്. പോയി പുതിയൊരു കമ്പനിയിൽ എത്തിയാൽ 5 മണി. ഇതാണ് അദീന. അദീനെ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അദീന ഫേമസ് ആണെന്നാണ് അദീന സ്വയം പറയാറ്. ഇത് അദീനന്റെ ഫർസീൻ കൊടുത്ത ഒരു റോസാണ്. സ്മെല്ലില്ലാത്തതാണ്, പക്ഷെ കുഴപ്പമില്ല. മൊത്തത്തിൽ അദീന ഇന്ന് ലുക്കായിട്ടാണ് വന്നത്. അദീനെ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചു തരാം.
വേണ്ടേ? എന്റെ ചാരിത്രം നോക്കി. നിർമ്മൽ ഇന്ന് നിർമ്മൽ വലിയ വലിയ സ്ഥലങ്ങളിൽ പോകുമ്പോ ഇങ്ങനെയാണ് പോവാറ്. പള്ളി ചോറ് ആവശ്യമുള്ള കെട്ടിക്കിന് സോറി പ്ലീസ് ഇഗ്നോർ. ജനിച്ചവർ മുതൽ